അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പഠിക്കാൻ പോകുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്നും പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്നുമാണ് കേട്ടോ. അപ്പം പിന്നെ എന്തുകൊണ്ട് 3 മെത്തേഡ് വന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തണം, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പം സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. ബിസിനസ് സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറുമാണ് നമുക്കുള്ളത്. ബിസിനസ് സെക്ടറിനെ തന്നെ പ്രൊഡക്ഷൻ സെക്ടറിനോ ഫേമെന്നോ വിളിക്കാം നമുക്ക്. പിന്നെ ഹൗസ് ഹോൾഡിനെ കസ്റ്റമർ സെക്ടർ എന്ന് പറയാം, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സ് എന്നും പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആൾക്കാർ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് പേയ്മെൻറ്റ് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡ് സെക്ടറിന് കൊടുക്കും. ഇനി ഈ ഹൗസ് ഹോൾഡ് സെക്ടർ അവരുടെ ദെയർ ടേണിൽ അവർ കുറച്ച് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമല്ലോ. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ വീണ്ടും ആ ഒരു പൈസ ബിസിനസ് സെക്ടറിലേക്ക് തന്നെ വീണ്ടും പോകുന്നതായിരിക്കും. അങ്ങനെ പ്രൊഡക്ഷൻ വീണ്ടും നടക്കും. അപ്പോൾ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ എന്തൊക്കെയുണ്ട്? ഇൻവോൾവിങ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. പിന്നെ എന്തൊക്കെയുണ്ട്? പ്രൊഡക്ഷൻ. 3 ഫേസസിൽ ആദ്യത്തേതാണ് പ്രൊഡക്ഷൻ. അതിനുശേഷം ഇൻകം ജനറേഷൻ. പ്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇൻകം, അതായത് ഓണർക്ക് പ്രോഫിറ്റായിട്ട് ഇൻകം കിട്ടും. ഈ പണിയെടുത്ത ആൾക്കാർക്ക് ഫാക്ടർ ഇൻകം കിട്ടും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിന് ഈ ഫാക്ടർ സർവീസ് ഈ ബിസിനസ് സെക്ടറിന് തന്നതിന് പകരമായിട്ട് നമ്മൾ ഇൻകം ജനറേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടർ പേയ്മെൻറ്റ്സ് കൊടുക്കും. ഓക്കെ, ഹൗസ് ഹോൾഡ് സെക്ടറിന്. അങ്ങനെ ഇപ്പോൾ ഹൗസ് ഹോൾഡ് സെക്ടറിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. ഇനി ഹൗസ് ഹോൾഡ് സെക്ടർ അവർ സ്പെൻഡറാണല്ലോ, അവരാണല്ലോ കസ്റ്റമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അവർ നേരെ കൊണ്ടുപോയി അത് സ്പെൻഡ് ചെയ്യും. ഓക്കെ, സ്പെൻഡ് ചെയ്യും. നമ്മുടെ ഓണറൊക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഹൗസ് ഹോൾഡും ഇൻവെസ്റ്റും ചെയ്യും അല്ലേ, ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ എക്സ്പെൻഡിച്ചർ നടത്തിയിട്ട് ഫൈനലി അത് ആരെ കയ്യിൽ തന്നെ വന്ന് പെടും? നമ്മുടെ ബിസിനസ് സെക്ടറിൻ്റെ കയ്യിൽ തന്നെ വന്ന് പെടും എന്നുള്ളതാണ്. അപ്പം കണ്ടോ, ഇങ്ങനെ സർക്കിൾ കണ്ടിന്യൂസ് സർക്കുലേഷനാണ്. അതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം പ്രൊഡക്ഷൻ്റെ ഫേസിൽ ബിസിനസ് സെക്ടറിൻ്റെ കയ്യിൽ ഇൻകം ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ ഇവർ ആരെ കയ്യിലേക്ക് പോകും? ഈ ഇൻകം ഹൗസ് ഹോൾഡ് സെക്ടറിൻ്റെ കയ്യിലേക്ക് പോകും. ഹൗസ് ഹോൾഡ് സെക്ടർ അത് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ബിസിനസ് സെക്ടറിന് തന്നെ കൊടുക്കും. ഓക്കെ, അങ്ങനെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് 3 ഇൻ്റർലിങ്ക്ഡ് ഫേസസ് ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഏതൊക്കെയാണ് 3 ഇൻ്റർലിങ്ക്ഡ് ഫേസസ് എന്ന് വെച്ചാൽ ആദ്യം പ്രൊഡക്ഷനാണ് നടക്കുക. അവിടെ ഗുഡ്സും സർവീസസിൻ്റെയും പ്രൊഡക്ഷൻ ആ ഓണറുടെ ഇൻകം ഉപയോഗിച്ചിട്ട് അയാൾ ചെയ്യും. ഓക്കെ, ഇനി അതിന് ശേഷമാണ് ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞ ഫേസ്, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഫേസ്. അതായത് ഈ ഫാക്ടർ സർവീസ് തന്ന ഹൗസ് ഹോൾഡിന് ഫാക്ടർ പേയ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയമാണത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണത്. അപ്പം എന്ത് ഇൻകമാണത്? ഫാക്ടർ ഇൻകമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടർ ഇൻകം. അതിനുശേഷം നേരെ ഈ ഫാക്ടർ ഇൻകം കിട്ടിയ ആൾക്കാരാണ് ഹൗസ് ഹോൾഡ് അല്ലേ, അവർ നേരെ എന്ത് ചെയ്യും? എക്സ്പെൻഡിച്ചർ ചെയ്യും. ഈ എക്സ്പെൻഡിച്ചറിനെ തന്നെ ഡിസ്പോസിഷൻ എന്ന് പറയും, ഓർ കൺസംഷൻ എന്ന് പറയും, ഓർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറയും. ഓക്കെ, ഇനി അത് നേരെ ആരെ കയ്യിലെത്തും? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉള്ള ആൾക്കാരയിൽ, ബിസിനസ്സുകാരയിൽ എത്തും അല്ലേ. സപ്പോസ് ഇപ്പോൾ ഒരു അരിയുടെ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഫേമാണ്, ഒരു ബിസിനസ്സാണെന്ന് വിചാരിച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി സഞ്ചിയിലാക്കി സെറ്റാക്കി വെക്കുന്നതിനൊക്കെ നമ്മുടെ ബിസിനസ് ഫേം ആർക്ക് കൊടുക്കും പൈസ? ബിസിനസ് ഫേം ഫാക്ടർ ഇൻകമായിട്ട് ഫാക്ടർ സർവീസ് തന്നവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ അവർക്കും വീട്ടിൽ അരി വെക്കണ്ടേ? അവർക്ക് വീട്ടിൽ അരി വെക്കാൻ അവർ ഇവരെ തന്നെ വാങ്ങും, ഈ കടക്കാരെ തന്നെ വാങ്ങും, ഈ ബിസിനസ് ഫേമിൻ്റെ തന്നെ വാങ്ങും. അപ്പോൾ ഈ കിട്ടിയ ഫാക്ടർ ഇൻകം വീണ്ടും ആരെ കയ്യിലേക്ക് എത്തുകയാണ്? ആ ബിസിനസ് ഫേമിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. അങ്ങനെ വീണ്ടും പ്രൊഡക്ഷൻ നടക്കുന്നു. അങ്ങനെ അതാണ് സർക്കുലർ ഫ്ലോ. അപ്പം ഫേസസ് ഏതാ? 3 ഇൻ്റർലിങ്ക്ഡ് ഫേസസ് ഏതാ? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. എന്ത് ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ട്ടാ. അതിനുശേഷം എന്താ? ഡിസ്പോസിഷൻ ട്ടാ. ഡിസ്പോസിഷൻ അത് എത്തേണ്ടവരുടെ കയ്യിൽ എത്തും. ഡിസ്പോസിഷന് തന്നെ സ്പെൻഡിങ്ങെന്നോ എക്സ്പെൻഡിച്ചറെന്നോ കൺസംഷനെന്നോ ഇൻവെസ്റ്റ്മെൻറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറിയിൽക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ നമ്മൾ FD ആയിട്ട് ഇടും. അപ്പോൾ ബാങ്ക് FD ആയിട്ട് ഇട്ടത് ആർക്ക് ലോണായിട്ട് കൊടുക്കും?
ഈ പ്രൊഡ്യൂസേഴ്സിന് തന്നെ ലോണായിട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലെത്തും. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ കുറിയിലൊക്കെ ഇട്ടാൽ എങ്ങനെ? ഈ കുറിയിലൊക്കെ നമ്മൾ FD പോലെ ഇങ്ങനെ ഇട്ടിട്ട് അവസാനം നമ്മളത് എന്തിന് ഉപയോഗിക്കും? ഒരു ഗോൾഡ് വാങ്ങാനോ അങ്ങനെ വീണ്ടും സ്പെൻഡ് ചെയ്യുമല്ലോ അങ്ങനെ. പിന്നെ നമ്മൾ കുറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പൈസ അവരെടുത്തിട്ട് വല്ല ലോണിന് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ഫാക്ടർ സർവീസാണ് പോവുക ആർക്ക്? പ്രൊഡ്യൂസർ സെക്ടറിന് അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിന്. ഇനി ഫേംസോ അല്ലെങ്കിൽ ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സെക്ടറിൽ നിന്നൊക്കെ എന്താ പോവുക അങ്ങോട്ട്? ഫാക്ടർ ഇൻകംസ് ആണ് പോവുക ഹൗസ് ഹോൾഡിന്. അപ്പോൾ ചോദിക്കും എന്താ ഈ ഫാക്ടർ ഇൻകംസ് എന്ന് വെച്ചാൽ? ഫാക്ടർ ഇൻകം എന്ന് വെച്ചാൽ റെൻറ്റ്, അതായത് നമ്മുടെ ഓണർക്ക് ഒരു ബിൽഡിങ് കൊടുത്തു, അപ്പോൾ അതിൻ്റെ റെൻ്റായിട്ട് ഓണർ ആ ബിൽഡിങ് ഒരു മാസം ഉപയോഗിച്ചതിന് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ റെൻ്റായിട്ട് ഫാക്ടർ ഇൻകം കൊടുക്കും ആർക്ക്? ആ കെട്ടിടത്തിൻ്റെ ഓണർക്ക്. അപ്പോൾ അതാണ് ഫാക്ടർ ഇൻകം. പിന്നെ വേജ് എന്ന് വെച്ചാൽ പണിയെടുത്ത ആൾക്കാർക്ക് കൂലി കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും അത്രയും സം ഓഫ് മണി, അത്ര അധികം പൈസ നമ്മൾ ഒരു 10 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ടായിരിക്കും ഈ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ആരുടെ ഇൻകമാണ്? ബാങ്കിൻ്റെ ഇൻകമാണ്. അത് നമ്മളാണ് ഫാക്ടർ സർവീസായിട്ട്, അതായത് ആ ഒരു സമയത്ത് നമുക്ക് ആ 10 ലക്ഷം ആവശ്യമാണ്, അത് ബാങ്ക് ഒരു സർവീസായിട്ട് നമുക്ക് തന്നല്ലോ, അതിന് പകരം നമ്മൾ ആ ഫാക്ടർ സർവീസ് തന്നതിന് ഫാക്ടർ ഇൻകം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. പിന്നെ ഫാക്ടർ ഇൻകത്തിൽ പെട്ട ഒന്നാണ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ബിസിനസ്സിൽ പൈസ ഇറക്കി, ഇപ്പോൾ ബിസിനസ്സും ഓണറും വേറെ വേറെ ആണെന്ന് എപ്പോഴും നമ്മൾ പറയാറില്ലേ? അപ്പം ബിസിനസ്സിൽ പൈസ ഇറക്കിയതിന് പകരം ഓണർക്ക് കൊടുക്കുന്ന ഒരു റിവാർഡാണ് പ്രോഫിറ്റ്. അതായത് എപ്പോഴും എൻറ്റിറ്റി കൺസെപ്റ്റ് ഉണ്ട്, നമ്മളത് അക്കൗണ്ട്സിൽ പഠിക്കും. ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ്. അപ്പം ശരിക്കും ഓണറുടെ കയ്യിൽ നിന്ന് കടം എടുത്ത പോലെയാണ് ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓണർ ഒരു ക്രെഡിറ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റൊക്കെ ചെയ്യുന്നത് ഓണറെ. അപ്പം നമ്മുടെ ഓണറുടെ ക്യാപിറ്റലിന് പകരമായിട്ട് പ്രോഫിറ്റും ക്യാപിറ്റലും അടക്കം തിരിച്ചു കൊടുക്കണം നമ്മുടെ ബിസിനസ്. അതാണ് ബിസിനസ്സിൻ്റെ ബാധ്യത. അപ്പം ഓണറിൻ്റെ വീട്ടിൽ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടും മോളുടെ മാരേജിന് വേണ്ടിയിട്ടും പിന്നെ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ പല എക്സ്പെൻഡിച്ചറും ഉണ്ടാവും, അതിനൊക്കെ ഉപയോഗിക്കേണ്ട ഓണർ. അപ്പോൾ അതുകൊണ്ട് ഓണർക്ക് കൊടുക്കുന്ന ഒരു ഫാക്ടർ ഇൻകമാണ്. ഇത്രയും റിസ്ക് ബിയർ ചെയ്തതിന് പകരം ഓണർക്ക് കൊടുക്കുന്ന ആ ഒരു സർവീസ് ഓണർ എടുത്തില്ല, അതിൻ്റെ പകരം ഓണർക്ക് കൊടുക്കുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഫാക്ടർ ഇൻകംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ മെത്തേഡുകൾ പഠിക്കുമ്പോൾ ഫാക്ടർ ഇൻകം മെത്തേഡ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന ഘടകങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് ഈ പറഞ്ഞ 4 ഇനി യൂസിങ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, നാഷണൽ ഇൻകം ഫ്രം 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇപ്പോൾ ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഇല്ലേ, 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇല്ലേ, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ഇൻകം കാണാനും 3 ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ആക്കിയിട്ടുള്ളത്. അതും ഈ സർക്കുലർ ഫ്ലോ കാരണമാണ് അങ്ങനെ നമുക്ക് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് വന്നാൽ നോക്കിക്കോ. ഈ 3 ഡിഫറെൻറ്റ് ഫേസസിൽ നമുക്ക് നാഷണൽ ഇൻകം കാണാൻ പറ്റുമെന്നാണ് എക്കണോമിസ്റ്റുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ആ ഒരു രീതിയിൽ നമുക്ക് നാഷണൽ ഇൻകം കാണാൻ പറ്റും. എങ്ങനെ? പ്രൊഡക്റ്റ് മെത്തേഡ് വഴി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് വഴി. ഈ പ്രൊഡക്റ്റ് മെത്തേഡ് തന്നെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പം ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസസിൻ്റെയും നെറ്റ് വാല്യൂ ആഡഡ്, എത്ര പ്രൊഡക്ഷൻ നടന്നു, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ആ ഫൈനൽ വാല്യൂ ഉണ്ടല്ലോ, മാർക്കറ്റിൽ ഇറക്കുന്ന FC എന്ന് പറഞ്ഞത്, ആ ഫാക്ടർ കോസ്റ്റ്, ടാക്സ് ഇല്ലാത്ത പ്രോഫിറ്റ് ഉള്ള ലാസ്റ്റത്തെ ആ ഒരു ഫാക്ടർ കോസ്റ്റ് ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും, അത് എന്ത് ചെയ്യും? ആ വാല്യൂ എല്ലാ സാധനങ്ങളുടെയും ആഡ് ചെയ്യും. അപ്പം എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടോ അത് തന്നെയാണ് കൺസ്യൂമും ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കൺസ്യൂം ചെയ്യുന്നത്? നമ്മുടെ ഇൻകം ഉപയോഗിച്ചിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാഷണൽ ഇൻകം കിട്ടും. കാരണം എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് ഡിമാൻഡ് ചെയ്ത സാധനങ്ങളാണ്. അപ്പം ആ എല്ലാ സാധനങ്ങളും വിറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് അവരെ ഇൻകം ഉപയോഗിച്ച് ആൾക്കാർ വാങ്ങുകയും ചെയ്യും. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെ മുഴുവനായിട്ടും നമ്മൾ അതിൻ്റെ നെറ്റ് വാല്യൂ
നമ്മൾ സം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ നാഷണൽ ഇൻകം കാണാൻ പറ്റും. ഈ മെത്തേഡിൽ നമ്മൾ എല്ലാ സെക്ടറിനെ ഇൻക്ലൂഡ് ചെയ്യും. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സർവീസ് സെക്ടറിൻ്റെ ഒക്കെ ഫൈനൽ വാല്യൂ, നെറ്റ് വാല്യൂ ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ നാഷണൽ ഇൻകം, മൊത്തം രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കാണുക. അപ്പോൾ ഈ മെത്തേഡിനെ തന്നെ ഇൻഡസ്ട്രിയൽ ഒറിജിൻ മെത്തേഡ് എന്നും പറയും. കാരണം പ്രൊഡക്ഷന് റിലേറ്റ് ചെയ്തിട്ടായതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ഫേസാണ് ഫ്ലോ ഓഫ് ഇൻകം, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ആൾക്കാരുടെ ഇൻകം ഉപയോഗിച്ചിട്ടാണല്ലോ അവരെല്ലാതും വാങ്ങുന്നത്. അപ്പോൾ ആൾക്കാരുടെ ടോട്ടൽ ഇൻകം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ നാഷണൽ ഇൻകം കിട്ടും. മെയിനായിട്ട് അതാണല്ലോ നാഷണൽ ഇൻകം, എല്ലാവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഫാക്ടർ ഇൻകംസും, എല്ലാവിധ ഫാക്ടർ ഇൻകംസും അല്ല, ഫാക്ടർ സർവീസ് കൊടുത്തതിന് പകരമായിട്ട് കിട്ടിയ ഫാക്ടർ ഇൻകംസ് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം മെത്തേഡ് വഴിയും നമുക്ക് നാഷണൽ ഇൻകം കാണാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റത്തേതാണ്. ഇപ്പോൾ ഞാൻ ഫാക്ടർ ഇൻകംസ്, ഫാക്ടർ സർവീസസ് കൊടുത്തതിന് പകരമായിട്ട് കിട്ടുന്നതാണ് ഫാക്ടർ ഇൻകംസ്. അതെല്ലാം പിടിച്ച് ആഡ് ചെയ്താൽ നാഷണൽ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് ചില കുട്ടികൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. ഈ ഫാക്ടർ ഇൻകംസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഫാക്ടർ സർവീസ് കൊടുത്തതുകൊണ്ടല്ലേ, അപ്പോൾ ഗുഡ്സ് കൊടുത്തതുകൊണ്ടല്ലല്ലോ എന്ന്. അതിങ്ങനെ അത് ചിലർക്ക് വരുന്ന ഡൗട്ടാണ്. പക്ഷേ ഫാക്ടർ സർവീസിൽ, ഫാക്ടർ ഇൻകത്തിൽ ഫാക്ടർ സർവീസ് തന്നതുകൊണ്ട് തന്നെയാണ് ഫാക്ടർ ഇൻകം കൊടുക്കുന്നത്. ആ ഫാക്ടർ ഇൻകത്തിൽ പെട്ട ഒന്നാണ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിലുണ്ട് ഗുഡ്സ് സെയിൽ ചെയ്തത്. ഓക്കെ, ഗുഡ്സ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് വരുമാനമാണ് കിട്ടുക? പ്രോഫിറ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഗുഡ്സ് സെയിൽ ചെയ്തു എന്നുള്ള ഒരു സർവീസ് ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് കിട്ടുന്ന ഒരു ഫാക്ടർ ഇൻകമാണ് പ്രോഫിറ്റ് കേട്ടോ. ഇനി അവിടെ ഡൗട്ട് വരില്ലല്ലോ. എക്സ്പെൻഡിച്ചർ അല്ലേ, കിട്ടിയ ഇൻകമൊക്കെ എക്സ്പെൻഡിച്ചർ ചെയ്യും. അപ്പം ഫ്ലോ ഓഫ് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. അതായത് ആൾക്കാർ എത്രയാണോ സ്പെൻഡ് ചെയ്യണത് അത് അവർ ഇൻകം ഉപയോഗിച്ചിട്ടല്ലേ. അതായത് ആൾക്കാരുടെ മുഴുവൻ ഇൻകവും അവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് ഈവൻ അവർ FD ആയിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്താൽ പോലും അതൊരു സ്പെൻഡിങ് പോലെയാണ്. കാരണം അത് ലോണായിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ തന്നെ എത്തും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ എല്ലാ ഇൻകങ്ങളും അവർ സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ്, അതായത് എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ടോട്ടൽ എക്സ്പെൻഡിച്ചറും എന്തായിരിക്കും? ടോട്ടൽ ഇൻകം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ എല്ലാവരുടെയും ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ എക്സ്പെൻഡിച്ചർ സൈഡിൽ എല്ലാവരുടെ എക്സ്പെൻഡിച്ചറും വരും. അത് തന്നെയാണ് രാജ്യത്തുള്ള ഇൻകവും. അപ്പം നാഷണൽ ഇൻകം കാണാൻ എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡും. ഈ ഓരോ മെത്തേഡിനും ഓരോ മെഷേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല രസമാട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഐ വിൽ മേക്ക് യു ടീച്ച് ആൻഡ് ഡോണ്ട് വറി, ഇറ്റ്സ് വെരി സിമ്പിൾ. 2025 ജനുവരിയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനാണിത്. പ്രൊഡക്റ്റ് മെത്തേഡ് ഒരു വാല്യൂ ആഡഡ് മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം ഈസ് കോൾഡ്. എന്തായിരുന്നു? ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ ഒറിജിൻ മെത്തേഡ്. കണ്ട, വാട്ട് ആർ ദ ഫേസസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇത് സെപ്റ്റംബർ 2025 ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിസ്പോസിഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അതുപോലെ തന്നെ ഈ 2026 ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ്റെ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്തത്? പ്രോഡക്റ്റ് സം ഓഫ് നെറ്റ് വാല്യൂ ആഡഡ് ബൈ ഓൾ പ്രൊഡ്യൂസേഴ്സ്, അതായത് എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഫൈനൽ വാല്യൂവിനെയാണ് നമ്മൾ ഈ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഈ വാല്യൂ ആഡഡ് എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് മെത്തേഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ സം ഓഫ് നെറ്റ് വാല്യൂ ആഡഡ്, വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് 100 കിലോ അരി ഇത്ര രൂപയ്ക്ക്, 1 കിലോയ്ക്ക് 50 രൂപ, അങ്ങനെ ഉള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഫൈനൽ വാല്യൂ എങ്ങനെയാണ് പറയുക? 100 × 50, അതാണ് വാല്യൂ. ഓക്കെ, വാല്യൂ ആഡഡ് ആണ് നമ്മൾ എല്ലാത്തിൻ്റെയും ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂണിറ്റ് ഇൻറ്റു ഒരു പ്രൈസ്, അതാണ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടും. കാരണം ആ സംഭവങ്ങളൊക്കെ വിറ്റ് പോകുന്നതാണ്. അപ്പോൾ അത് വിറ്റ് പോകുന്നത് ആരുടെ ഇൻകം കൊണ്ട് വാങ്ങണേ? എല്ലാവരുടെ ഇൻകം കൊണ്ടാണ് വാങ്ങണത്. ഇനി ടോട്ടൽ ഫാക്ടർ ഇൻകംസ് ജനറേറ്റഡ്, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ ആൾക്കാർ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ നാഷണൽ ഇൻകം കിട്ടുമല്ലോ. അതാണ് രണ്ടാമത്തെ ഫേസ്. മൂന്നാമത്തെ ഫേസ്
ഫേസ് ഓഫ് സർക്കുലർ ഫ്ലോയിന്ന് നമുക്കൊരു മെത്തേഡ് ഉണ്ടാക്കാം. ഓക്കെ, ആ മെത്തേഡാണ് എന്ത്, സം ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ബൈ 3 സ്പെൻഡേഴ്സ് ഹൗസ് ഹോൾഡ്, അതായത് കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങും ഇവിടെ കൂട്ടും, അതുപോലെ പ്രൊഡ്യൂസറെ സ്പെൻഡിങ്ങും ഇവിടെ കൂട്ടും. പ്രൊഡ്യൂസർ സ്പെൻഡിങ് ഇൻ ദ സെൻസ് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അത് ആളുടെ ഒരു സ്പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും, ഡിസ്പോസിഷൻ എന്ന് പറയും, എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും 3 മെത്തേഡ്സ്? ഓരോ രാജ്യത്തിനും ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ്. ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയിലൊക്കെ ഇൻകം മെത്തേഡ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവർ ഇൻകം കുറച്ചാണ് കാണിക്കുക ആൾക്കാർ. അതായത് ടാക്സ് അടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻകം 5 ലക്ഷം അല്ലെങ്കിൽ ഇൻകം കുറച്ച് അധികമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ചിട്ടായിരിക്കും ആൾക്കാർ കാണിക്കുന്നുണ്ടാവുക. എവിടെ, ഈ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ. അപ്പോൾ അങ്ങനത്തെ കൺട്രീസിൽ ഇൻകം മെത്തേഡ് പോസിബിളേ അല്ല. ഇൻകം മെത്തേഡിൽ അവർ കറക്റ്റ് ഫിഗർ കാണിക്കില്ല. അപ്പം കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കൂല ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻകം കിട്ടൂല. അപ്പോൾ അവർക്ക് ഇൻകം മെത്തേഡ് അല്ലാത്ത പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ ഡെവലപ്ഡ് കൺട്രീൻ്റെ കേസിലാണെങ്കിൽ ഇൻകം മെത്തേഡ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം 99% ആൾക്കാരും ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കും. അവരെ ഇൻകമൊക്കെ അവർ കറക്റ്റായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം അവർ അത്രയും എഡ്യൂക്കേറ്റഡ് ആണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് കൺട്രിയാണ്. അത്രയും ആളുകളും എഡ്യൂക്കേറ്റഡ് ആണ്. അതുപോലെ അവിടുത്തെ സിസ്റ്റവും നല്ലതാണ്. നല്ല ഡിസിപ്ലിനും ഉണ്ടായിരിക്കും, നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, നല്ല ഹാപ്പിനെസ്സോടു കൂടി ഡിസിപ്ലിനിലായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ള രാജ്യക്കാർക്ക് ഇൻകം മെത്തേഡായിരിക്കും നല്ലത്. പിന്നെ ഇതൊക്കെ പോട്ടെ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ സെക്ടേഴ്സ് ഉണ്ടല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഈ ഓരോ സെക്ടറിനും, പ്രൈമറി സെക്ടറിന് വേണമെങ്കിൽ നമുക്ക് ഒരു വേറെ മെത്തേഡ് ഉപയോഗിക്കാം, പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. സെക്കൻഡറി സെക്ടറിന് ഇൻകം മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ടെർഷ്യറിക്ക് വേറെ മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും ഉള്ള ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ട്, 3 മെത്തേഡ്സ് ഉള്ളതുകൊണ്ട്. കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലൊക്കെ ഈ പ്രൈമറി സെക്ടറായിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിനും പിന്നെ സെക്കൻഡറി സെക്ടറായിട്ടുള്ള മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനും കൂടെ ഉപയോഗിക്കുന്നത് രണ്ടിനും പ്രൊഡക്റ്റ് മെത്തേഡാണ് ഉപയോഗിക്കൽ. പക്ഷേ ടെർഷ്യറി സെക്ടറായിട്ടുള്ള സർവീസ് സെക്ടറിന് ഉപയോഗിക്കുക ഇൻകം മെത്തേഡാണ് ഉപയോഗിക്കൽ. അപ്പം ഫൈനലി എല്ലാവരുടെയും ഇൻകം, ആ ഫാക്ടർ ഇൻകംസ് ആഡ് ചെയ്യും ടെർഷ്യറിയിൽ. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, പ്രാക്ടീസിലുണ്ട്. അതാണ് കേട്ടോ ഉദ്ദേശം. ഈ 3 മെത്തേഡ്സ്, പ്രൊഡക്റ്റ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അവസാനത്തെ വാല്യൂ കിട്ടുന്നത്, അവസാനത്തെ ആൻസർ കിട്ടുന്നത് സെയിം ആയിരിക്കും കേട്ടോ. ഇൻകം, നാഷണൽ ഇൻകം കിട്ടുക സെയിം ആയിരിക്കും. എക്കണോമിക് പെർഫോമൻസ് അളക്കുന്ന, എക്കണോമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡാൻസ് പെർഫോമൻസ് ആണോ? അല്ല. അതായത് പ്രൊഡക്ഷൻ എത്ര കൂടി, എത്ര ഇൻകം കിട്ടി, എക്കണോമിക് പരമായിട്ട് എത്ര ഇൻകം കിട്ടി എന്നുള്ളത് നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് GDP എന്ന് പറഞ്ഞാൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പക്ഷേ ഈ GDPയും റിയൽ എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്നില്ല. ഓക്കെ, GDP റിയൽ എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്നില്ല. GDPന്ന് നമ്മൾ മൈനസ് ഡിപ്രീസിയേഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ NDP കിട്ടും. അതാണ് കുറച്ചും കൂടി നല്ലതല്ലേ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ. സംഭവം നമ്മൾ പഠിക്കുമ്പോൾ ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് GDP എന്നൊക്കെ പറയും. പക്ഷേ അത് റിയൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ല കാണിക്കുന്നത്. അത് മാത്രമല്ല, എന്താണ്, ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ മരുമോളുടെ പൈസ ആഡഡ് ആണ്, നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പൈസ ആഡഡ് ആണ്. ഡിയിൽ കണ്ടോ, ആഡഡ് ആണ്. ഇവിടെ ഡൊമസ്റ്റിക്കലി വിദേശികൾ പണിയെടുക്കുന്നുണ്ടായിരിക്കും, അതായത് ബംഗാളികളൊക്കെ പണിയെടുക്കുന്നുണ്ടായിരിക്കും. അവരുടെയൊക്കെ പൈസ ഇൻകം ആഡഡ് ആണ്. അത് വല്ല കാര്യമുണ്ടോ, അവരുടെ രാജ്യത്തേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അത് GDPയിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മൾ അത് മൈനസ് ചെയ്യണം. ഓക്കെ, പിന്നെ GDPയിൽ പുറത്തുനിന്ന് നമ്മുടെ വാപ്പച്ചൊക്കെ ഇങ്ങോട്ട് പൈസ അയക്കില്ലേ, അത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കയറ്റണം. അപ്പോൾ അങ്ങനെ കയറ്റുമ്പോൾ ഡൊമസ്റ്റിക് മാറിയിട്ട് എന്ത് വരും, നാഷണൽ വരും. അപ്പം ഇപ്പോൾ നമ്മൾ എന്താക്കി, GDPനെ NDP ആക്കി ഓൾറെഡി, ഡിപ്രീസിയേഷൻ കുറച്ചിട്ട്, ഒബ്സലീറ്റ് ആയത് കുറച്ചിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു നമ്മൾ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ
ഇവിടുത്തെ ആൾക്കാർ വിദേശത്തേക്ക് അയച്ചു കൊടുക്കുന്നത് കുറച്ച്. അതായത് പിന്നെ അവിടെ നിന്ന് അതായത് എബ്രോഡിൽ നിന്ന് കിട്ടുന്ന പൈസ ആഡും ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തിട്ട് അതുപോലെ ഇവിടെ നിന്ന് കൊടുക്കുന്നത് മൈനസ് ചെയ്തപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിൽ നിന്ന് കിട്ടിയില്ലേ നമുക്ക്, അതും കൂടെ പിടിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ നടുവത്തെ ഡി മാറിയിട്ട് NI മാറി. അപ്പോൾ NNP ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, NNPനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല ഈ NNPയുടെ അടിയിൽ FC ആണോ MP ആണോ വേണ്ടത്? FC എന്ന് പറഞ്ഞാൽ അതിൽ പ്രോഫിറ്റൊക്കെ അടക്കം, കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റൊക്കെ അടക്കം നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നതാണ്. പക്ഷേ MP എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ടാക്സും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ ടാക്സ് എന്ന് പറയുന്നത് അതെന്താണ്, അൺഏൺഡ് ആയിട്ടുള്ളൊരു ഇൻകമാണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അൺഏൺഡ് ആയിട്ട് കൊടുക്കുന്നൊരു ഇൻകമാണ്. അത് നമ്മൾ ഒരിക്കലും നാഷണൽ ഇൻകം കാണുന്ന സമയത്ത് നമ്മളത് ആഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ടാക്സ് ഒരിക്കലും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കരുത്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും FCയിലാണ് നാഷണൽ ഇൻകം കാണാം. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറഞ്ഞത് ഏത് മെഷറാണ് ഏറ്റവും നല്ല മെഷർ? NNPFC ആണ് നാഷണൽ ഇൻകത്തിൻ്റെ മെഷർ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ, GDP എന്ന് പറഞ്ഞത് റിയൽ എക്കണോമിക് ഗ്രോത്ത് കാണിക്കില്ല. അപ്പം NNPFC ആണ് ശരിക്കുള്ള റിയൽ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ കാണിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തർപ്പിച്ച് പറയാൻ കാരണം, GDP റിയൽ എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഡെവലപ്മെൻറ്റ് എത്ര വന്നു, എത്ര വളർച്ച വന്നു എന്നൊന്നും കാണിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ എടുത്തോ, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി ലക്സംബർഗാണ്. അപ്പോൾ അവരുടെ GDP നോക്കിക്കഴിഞ്ഞാൽ 89 ബില്യണേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ GDP 4 ട്രില്യണാണ്. ഏറ്റവും സമ്പന്നമായ രാജ്യത്തിൻ്റെ GDP 89 ബില്യൺ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ GDP അതുക്കും മേലെ 4 ട്രില്യൺ ഉണ്ട്. എന്നിട്ട് നമ്മളാണോ ഏറ്റവും നമ്മളെന്താണ് ഇന്ത്യ ഡെവലപ്പിംഗ് ആണല്ലേ. എന്നിട്ടും നമുക്ക് ലക്സംബർഗിനേക്കാളും കൂടുതലുണ്ട് GDP എന്ന് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല കൺട്രി ആണോ? അല്ലല്ലോ. നമ്മൾ റിച്ചസ്റ്റ് ആണോ? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് GDP അങ്ങനെ കറക്റ്റായിട്ട് ഡെവലപ്മെൻറ്റോ എക്കണോമിക് ഗ്രോത്തോ ഒന്നും കാണിക്കുന്നില്ല. നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ ഇന്ത്യ ലക്സംബർഗിനേക്കാളും റിച്ചസ്റ്റ് കൺട്രി ആണെന്ന്? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ലക്സംബർഗാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി. പക്ഷേ ലക്സംബർഗിന് GDP ഇന്ത്യനേലും കുറവാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഏറ്റവും റിച്ചസ്റ്റ് അല്ല. സോ അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ട്രില്യനാണ് ബില്യനേക്കാളും വലുത്. അപ്പം 1000 ബില്യൺ ചേർന്നാലാണ് 1 ട്രില്യൺ ആവുള്ളൂ. GDP അഥവാ GDPനൊന്ന് മോഡിഫൈ ചെയ്തതാണ് NNPFC. അതാണ് നമ്മുടെ നാഷണൽ ഇൻകം. ഈ നാഷണൽ ഇൻകം കണ്ടതുകൊണ്ട് കറക്റ്റ് നമ്മുടെ ഒരു കൺട്രി റിച്ച് ആണെന്ന് പറയാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ കൺക്ലൂഷനിൽ. നാഷണൽ ഇൻകം അഥവാ NNPFC കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രി റിച്ച് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു കൺട്രി റിച്ച് ആണെന്ന് എപ്പോഴാണ് പറയാമെന്നറിയോ? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് എക്കണോമിക് ഇൻകമും അതുപോലെ തന്നെ ഹെൽത്തും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഒക്കെ കാണിക്കുന്നതാണ്. HDI ഏറ്റവും കൂടുതലുള്ള രാജ്യമായിരിക്കും ഏറ്റവും റിച്ചസ്റ്റ്. അങ്ങനത്തെ ഇതൊക്കെ നോക്കിയിട്ടാണ് റിച്ച്നെസ് നമ്മൾ പറയാം. അല്ലാണ്ട് നമ്മുടെ നാഷണൽ ഇൻകം നോക്കിയിട്ടല്ല. HDI ആണ് ശരിക്കും കൺട്രീൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സും HDI പോലുള്ള ഇൻഡെക്സുകളൊക്കെയാണ് ശരിക്കും ഡെവലപ്ഡ് ആണെന്ന് കാണിക്കുക. നാഷണൽ ഇൻകം അഥവാ എന്ന് നമ്മൾ തിയററ്റിക്കലി പറയുന്ന നാഷണൽ ഇൻകം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ 5% ഇൻകം രാജ്യത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 24-25 6% കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാം. രാജ്യത്ത് ഇൻകം കൂടിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ കമ്പാരിസൺ സ്റ്റഡിക്ക്, അതാണ് ഇത് ഇപ്പോൾ പറഞ്ഞ കമ്പാരിസൺ സ്റ്റഡിക്ക് ഉപയോഗിക്കാം. സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓരോ സെക്ടറിൽ നിന്നും ഓരോ വർഷം കൂടുന്തോറും കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും നമുക്ക്. പിന്നെ ഡിറ്റർമൈനിങ് എലിജിബിലിറ്റി ഓഫ് ലോൺസ്, അപ്പം നാഷണൽ ഇൻകം നോക്കിയിട്ടാണ് ലോണിന് എലിജിബിലിറ്റി ഓരോ കൺട്രിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പം നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കണം. തിരിച്ചടയ്ക്കാനായിട്ട് കഴിവുണ്ടോയെന്ന് ഉറപ്പ് വരുത്താനായിട്ട്, നമുക്ക് വല്ല വരുമാനം വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കുക. അതുപോലെ തന്നെയാണ് ദ സെയിം വേ കൺട്രീസിന് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട് IMFും വേൾഡ് ബാങ്കും ഒക്കെ നമ്മുടെ നാഷണൽ ഇൻകം സർട്ടിഫിക്കറ്റാണ് ചോദിക്കൽ.
പിന്നെ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ മീൻസ് നമ്മുടെ രാജ്യത്ത് ഇനിയും ആൾക്കാർക്ക് ഇൻകം കൊടുക്കഴിഞ്ഞാൽ ആൾക്കാർ ഇനിയും ഡിമാൻഡ് കൂട്ടും ആൾക്കാർ. അപ്പോൾ ഫ്യൂച്ചറിൽ നാഷണൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഫ്യൂച്ചറിലും ഇനിയും ഡിമാൻഡ് കൂടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാഷണൽ ഇൻകം കൂടുകയാണെങ്കിൽ നല്ല എംപ്ലോയ്മെൻ്റ് ഉള്ള സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഭൂമിയിലൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് നാഷണൽ ഇൻകം 5% ഇടിഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ റിസഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആൾക്കാർക്ക് ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ പേജിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റോഡ്, എയർ, വാട്ടർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കാം അല്ലേ? റൂട്ട്സ് ഉപയോഗിക്കാം നമുക്ക്. പക്ഷേ എന്താണ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കിലോമീറ്റർ, മീറ്റർ ആണ് അല്ലേ? അതുപോലെ തന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 3 മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ മെഷേഴ്സും ഉണ്ട്, അതിനനുസരിച്ചുള്ള മെഷേഴ്സും ഉണ്ട്. അതിൽ നാഷണൽ ഇൻകം കാണാനായിട്ട് ഏറ്റവും നല്ല മെഷറാണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പറയുന്ന മെഷറാണ് NNP-FC എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ മെഷേഴ്സിനെ തന്നെ അഗ്രിഗേറ്റ് എന്ന് പറയും. NNP-FC അങ്ങനെയുള്ള അതുപോലെ NDP, MP അങ്ങനെയൊക്കെയുള്ള കുറേ 8 അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മെഷേഴ്സ് ഉണ്ട്. ഈ മെഷേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ NI കമ്പ്യൂട്ട് ചെയ്യുക എങ്ങനെയാണ്? പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ നോക്കിയാൽ മതിയല്ലോ. പ്രൊഡ്യൂസ് ചെയ്തതെല്ലാം വിറ്റുപോകുമല്ലോ. വിറ്റുപോണതെല്ലാം അവരുടെ ഇൻകം ഉപയോഗിച്ചാണല്ലോ വാങ്ങുന്നത്. പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എല്ലാം വിറ്റുപോകും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എല്ലാവരുടെ ഇൻകവും കിട്ടും. ഓക്കെ, അപ്പം നാഷണൽ ഇൻകം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആൾക്കാർ വാങ്ങുന്നത് അവരുടെ ഇൻകം വെച്ചിട്ടാണല്ലോ. അപ്പം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സാധനങ്ങളെല്ലാത്തിനും പിടിച്ച് ആഡ് ചെയ്താൽ ആൾക്കാരുടെ ഇൻകം എത്രയാണ് ഇപ്പോൾ രാജ്യത്തുള്ളതെന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഇൻഡസ്ട്രിയൽ ഒറിജിൻ മെത്തേഡ്, നെറ്റ് ഔട്ട്പുട്ട് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വഴി എന്തുകൊണ്ട് വാല്യൂ ആഡഡ് മെത്തേഡ് ഇതിനെ പറയുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ റോ ഫോമിൽ, അതായത് ആ ചെടി പോലത്തെ ഫോമിൽ അതിന് 50 രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ കിട്ടിയത്. പിന്നെ അതിനെ ത്രെഡാക്കി നൂല് പരുവമാക്കി മാറ്റിയപ്പോൾ 120 രൂപയാണ് അവിടെ അവർ വാങ്ങിച്ചത് നമ്മളെ കയ്യിൽ നിന്ന്. അപ്പം ടോട്ടൽ എത്ര വാല്യൂ അഡീഷനാണ് അവിടെ വന്നത്? 70 രൂപ കൂടിയില്ലേ അവിടെ? ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്തോ. ഇനി അത് ക്ലോത്താക്കി മാറ്റാനായിട്ട്, ക്ലോത്താക്കിയിട്ട് ജസ്റ്റ് ഒരു മെറ്റീരിയലാക്കി അതിനെ മാറ്റാനായിട്ട് 400 റുപ്പീസാണ് വന്നത്. അപ്പോൾ അവിടെ എത്ര വാല്യൂ അഡീഷൻ വന്നു? 120, 400, വാല്യൂ അഡീഷൻ 280. ഇനി അതൊരു ഷർട്ടാക്കി മാറ്റാനാണെങ്കിലോ, തുന്നി കാര്യങ്ങളൊക്കെ ആക്കി അതിനൊരു ബട്ടൺസൊക്കെ വെച്ചൊരു ഷർട്ടാക്കി മാറ്റാൻ ഒരു 1000 രൂപയാണ് ഫൈനൽ വാല്യൂ ആയിട്ട് അതിന് വന്നത്. അപ്പം അവിടെ വന്ന വാല്യൂ അഡീഷൻ എന്താണ്? 600 റുപ്പീസാണ്. 400ഉം 1000ഉം തമ്മിൽ ഒരു വാല്യൂ അഡീഷൻ വന്നത് 600 റുപ്പീസ്. ഈ വാല്യൂ അഡീഷൻ വന്നത് കണ്ടോ? അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടോട്ടൽ വാല്യൂ അഡീഷൻസ് ഒന്ന് ആഡ് ചെയ്തേ. ഫസ്റ്റത്തെ കോട്ടൺ, റോ കോട്ടൻ്റെ 50, പിന്നെ എത്ര വാല്യൂ അതിൽ കൂടെ ആഡ് ചെയ്തു? 70 രൂപ ആഡ് ചെയ്തു, 250 രൂപ ആഡ് ചെയ്തു, പിന്നെ 600 രൂപ ആഡ് ചെയ്തു. അപ്പം അങ്ങനെ വാല്യൂ അഡീഷൻസ് മാത്രം നോക്കുമ്പോൾ 1000 രൂപയാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, നേരെ മറിച്ച് ഇപ്പോൾ ഈ മേലെ പറഞ്ഞ കോട്ടൺ 50, ത്രെഡ് 120, ക്ലോത്ത് 400, ഷർട്ട് 1000, അങ്ങനെ ആ ഫൈനൽ വാല്യൂ മാത്രം എല്ലാതും കൂടെ ആഡ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? 1570 രൂപയാണ് കിട്ടുന്നത്. അതായത് ഇൻ്റർമീഡിയറീസിനെല്ലാം കൂടെ പിടിച്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 1570 കിട്ടിയത്. അതായത് ആ 50 രൂപ, 120 രൂപ, 400 രൂപ എന്നൊക്കെ പറഞ്ഞത് ഇൻ്റർമീഡിയറി കൺസംഷൻസ് ആണ്. നമുക്ക് ആകെ ഫൈനൽ വാല്യൂ ഓഫ് ദ ഷർട്ട് 1000 വേണം. നമ്മൾ ഈ ഇൻ്റർമീഡിയറി കൺസംഷനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് 1570 രൂപയാണ് കിട്ടുക. ശരിക്കും GDPയിൽ അങ്ങനെയാണ് വാല്യൂ വരുന്നത്, ആ ഫുൾ സംഭവങ്ങളും ആഡ് ചെയ്തത്. പക്ഷേ അതാണോ ശരിക്കുള്ള എമൗണ്ട് ഷർട്ടിൻ്റെത്? 1000 അല്ല ശരിക്കും. ഷർട്ട് നമ്മൾ 1000 രൂപയാണ് ആൾക്കാരിൽ നിന്ന് വാങ്ങുന്നത്, 1570 അല്ലല്ലോ. അപ്പം GDPയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻ്റർമീഡിയറി കൺസംഷൻസ്
ആ 50, 120, 400 എന്നുള്ള കൺസംഷൻസിനെ കുറയ്ക്കണം. അപ്പോൾ കണ്ടോ, വാല്യൂ അഡീഷൻ മാത്രം ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷർട്ടിൻ്റെ 1000 രൂപ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെത്തേഡിന് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വാല്യൂ അഡീഷൻ അല്ലാതെ ഫൈനൽ വാല്യൂസ്, ഇപ്പോൾ കോട്ടൺ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 50 രൂപയായി. അപ്പോൾ അത് നമ്മൾ GDPയിൽ കൂട്ടി. ത്രെഡ് ചേട്ടൻ്റെ കടയിൽ നിന്ന് അയാൾ വിറ്റത് 120 രൂപയ്ക്കാണ്. അപ്പോൾ അതും നമ്മൾ GDPയിൽ കൂട്ടി. ക്ലോത്ത് കടക്കാരൻ്റെ കയ്യിൽ നിന്ന് വിറ്റത് 400 രൂപയ്ക്കാണ്. അപ്പോൾ അതും ഫൈനൽ വാല്യൂ ആണല്ലോ, അതും നമ്മൾ GDPയിൽ കൂട്ടി. ഷർട്ടിന് 1000 രൂപയായി, അതും ഫൈനൽ വാല്യൂ ആണല്ലോ, അതും GDPയിൽ കൂട്ടി. അപ്പോൾ മൊത്തം GDPയിൽ ഇപ്പോൾ 1570 രൂപ വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും ആക്ച്വലി എന്താ സംഭവിച്ചത്, ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 1000 രൂപയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻസ് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ 570 രൂപയാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ അത് നമ്മൾ GDPയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് വാല്യൂ അഡീഷൻസ് മാത്രം കൂട്ടാം. 50, 70, 250, 600 അങ്ങനെ 1000 രൂപ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അതിൻ്റെ വില നമുക്ക് ഫൈനലി നമുക്ക് 1000 രൂപയാണ് ആ ഷർട്ടിനെന്ന് പറഞ്ഞിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടോട്ടൽ സെയിൽ, എല്ലാവരുടെ സെയിലുകളും നമ്മൾ കൂട്ടിയിട്ട് ആ ഇൻ്റർമീഡിയറി കൺസംഷൻ ഉണ്ടല്ലോ, അതായത് ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ച ആൾക്കാരുണ്ടല്ലോ റോ മെറ്റീരിയൽസിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടേതെല്ലാതും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഷർട്ടിൻ്റെ ഫൈനൽ വാല്യൂ കിട്ടും. അങ്ങനെയാണ് പൊതുവേ ഇൻ പ്രാക്ടീസ് ഇവിടെ 1000 രൂപ എന്നുള്ളതാണ് ഫൈനൽ വാല്യൂ, പക്ഷേ 570 രൂപ എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ അത് കുറയ്ക്കാം. ഈ 570 രൂപ ഈ 1000 രൂപയുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അത് ഡബിൾ കൗണ്ടഡ് ആയിട്ടാണ് 1570 മാറിയത്. അപ്പോൾ ആ 570 രൂപ നമ്മൾ ഒരെണ്ണം കുറയ്ക്കും. അപ്പോൾ 1000 രൂപ കറക്റ്റ് കിട്ടും. അതാണ് കൺസെപ്റ്റ്. അതാണ് ഈ ഡബിൾ കൗണ്ടിങ് എന്നൊക്കെ നമ്മളിതിൽ പറയുന്നത്. ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർമീഡിയറി കൺസംഷനെ കുറയ്ക്കുന്നത്. ഏതൊക്കെ ഇടനിലക്കാർ അതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് മൊത്തം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആ ഷർട്ടിൻ്റെ 1000 രൂപ മാത്രം ഇടും. ഇസിൻ്റെ ടോക്കിയ റൈറ്റ്. അപ്പം ചോദിക്കും എന്നോട്, എന്തിനാ ഇൻ്റർമീഡിയറീസിനൊക്കെ ആഡ് ചെയ്യുന്ന, ആകെ ഫൈനൽ വാല്യൂ അങ്ങോട്ട് ആഡ് ചെയ്താൽ പോരാ, 1000 രൂപയുടെ ഷർട്ട് മാത്രം ആഡ് ചെയ്താൽ പോരെന്ന് ചോദിക്കും. എന്തിനാ ഇത്ര കഷ്ടപ്പെടണേന്ന് ചോദിക്കും. ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് ആ ഫൈനൽ വാല്യൂ മാത്രം ആഡ് ചെയ്താൽ മതിയില്ലേ, ആ 1000 രൂപയുടെ ഷർട്ട് മാത്രം ആഡ് ചെയ്താൽ മതിയില്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ഫോർമുല ഒന്ന് നോക്കൂട്ടോ. ടോട്ടൽ സെയിൽ മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്നാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. അപ്പോൾ ഈ ടോട്ടൽ സെയിൽ എന്ന് പറയുമ്പം ഓരോ കടക്കാരുടെ സെയിലുകളാണ്. ഇപ്പോൾ കോട്ടൺ കൃഷി ചെയ്യുന്ന ആ ഒരു കൃഷിക്കാരൻ്റെ സെയിൽ അതിൽ പെടും, ത്രെഡ് വിൽക്കുന്ന ആളുടേത് പെടും, ക്ലോത്ത് സെയിൽ ചെയ്യുന്ന ആളുടേത് പെടും, ആ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന ആളെ പെടും, പിന്നെ ആ ഷർട്ട് സെയിൽ ചെയ്യുന്ന ആളെ പെടും. പക്ഷേ ഇതൊക്കെ ഒക്കെ ടോട്ടൽ സെയിലിൽ വരുന്നതാണ് ഓൾറെഡി. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ സിംപ്ലി ഒന്ന് കുറയ്ക്കണം, അത്രേ ചെയ്യണ്ടു. കാരണം 2 വട്ടം 570 രൂപ ആ വാല്യൂവിൽ വരുന്നുണ്ട്. ടോട്ടൽ സെയിൽ എന്ന് പറയുമ്പോൾ 1570 ആണ്. അതിൽ ഒരു 570 ഡബിൾ കൗണ്ടഡ് ആയതാണ്. അപ്പോൾ അത് കുറയ്ക്കണം. അതാണ് ശരിക്കും ഇൻ്റർമീഡിയറി കൺസംഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ അഗ്രിഗേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ GDP MP ആണ്. അതിനെ തന്നെ GVA MP എന്ന് പറയും, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് MP, GDP അറ്റ് MP എന്നും ഇതിനെ പറയും കേട്ടോ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റ് മെത്തേഡിൽ നിന്ന് നമ്മൾ നാഷണൽ ഇൻകം കാണണമെങ്കിൽ ഈ GDP MPനെ നമ്മൾ എന്താക്കി മാറ്റണം, NNP-FC ആക്കി മാറ്റണം. കാരണം അതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു നാഷണൽ ഇൻകം അഗ്രിഗേറ്റ് NNP-FC ആണ്. അപ്പോൾ അതിലോട്ട് GDP കൺവേർട്ട് ചെയ്യണം. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. പോകാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഈ മെയ് 2026 ക്വസ്റ്റ്യനാണിത്. കണ്ടോ, നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ കൺസോളിഡേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ഇൻഡസ്ട്രി ആഫ്റ്റർ റെഡ്യൂസിങ് ദ ഇൻ്റർമീഡിയറ്റ് പർച്ചേസ് ഫ്രം ഓൾ അതർ ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് മെത്തേഡാണ് ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഒറിജിൻ മെത്തേഡ്. ഓക്കെ, പിന്നെ ഇൻ എക്കണോമിക്സ് വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് ബിറ്റ്വീൻ നാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് വിത്ത് റിഗാർഡ്സ് ടു ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം. ആ നടുവത്തെ N-ഉം D-നെ നിശ്ചയിക്കുന്ന എന്തായിരുന്നു, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അത്ര സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഈ കഴിഞ്ഞ മെയ് 2026 ചോദിച്ചത്. അപ്പം ഇനിയുള്ള അറ്റംപ്റ്റിലും ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ സിമ്പിളേ ചോദിക്കുള്ളൂ.
ഈ ചാപ്റ്റർ സിമ്പിളായ കാരണം പ്ലസ് ടുവിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് ഓടിച്ച് നോക്കിയ പോലെ തന്നെ അവർ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് നോക്കിയവർക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മാക്രോ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യല്ലേ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.